കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയ ഒരു കേക്കാണിത്. ഇതിൻ്റെ വീഡിയോയും പിക്ചേഴ്സും ഒക്കെ ഷെയർ ചെയ്തപ്പോൾ ഒത്തിരി പേര് വിശ്വസിച്ചില്ല ഇത് കേക്ക് തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്യുന്ന വീഡിയോ കറക്റ്റായിട്ട് ഞാൻ അയച്ചു തരണമെന്ന് പലരും നിർബന്ധം പിടിച്ചിരുന്നു. ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ എങ്ങനെ സ്പെഷ്യലാക്കാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഐഡിയയാണ് എന്തുകൊണ്ട് ഒരു വൈൻ ബോട്ടിൽ കേക്ക് ഉണ്ടാക്കിക്കൂടാന്ന്. വളരെ നല്ല ഒരു ബർത്ത്ഡേ മെസ്സേജ് തന്നെ വൈൻ ബോട്ടിലിൻ്റെ ലേബലായിട്ട് എൻ്റെ മോൾ എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നു. അപ്പോൾ അതിൻ്റെ എഡിബിൾ പ്രിൻറ്റും ഒക്കെ എടുത്ത് റെഡിയാക്കി ഞാൻ വൈൻ ബോട്ടിൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഡ്രീം ബേക്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ചെയ്യുന്നത് വൈൻ ബോട്ടിൽ വെക്കുന്ന ആ ഒരു ബോക്സ്, ആ വുഡൻ ബോക്സിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നു. അതിനെ ഇങ്ങനെ ലെയർ ചെയ്ത് ആ ഒരു ഷേപ്പിൽ ഗനാഷ് ചെയ്ത് സെറ്റ് ചെയ്തു. സാധാരണ കേക്കുകൾ ഗനാഷ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഒരു ഫിനിഷിങ്ങിലൊന്നും ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ ബോട്ടിലിൻ്റെ ഈ ബോക്സിൻ്റെ മുകളിലായിട്ട് കുറച്ച് സാറ്റിൻ ക്ലോത്തും പിന്നെ സൈഡിൽ വുഡൻ ഫ്രെയിമും ഒക്കെ വെക്കാനായിട്ടുള്ള പ്ലാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ പെർഫെക്ഷൻ ഒന്നും പോകണ്ട. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഗനാഷ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആ ബോട്ടിൽ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യം ഞാൻ ഓർത്തത് കമ്പേസ്റ്റ് വെച്ചതിനെ മോൾഡ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാമെന്ന് ആദ്യം വിചാരിച്ചു. പക്ഷേ അങ്ങനെ നമ്മൾ ഡ്രൈ ആക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കേക്ക് തന്നെ കാർവ് ചെയ്ത് ഈ ഒരു ബോട്ടിലിൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ഏകദേശം എൻ്റെ കയ്യിലുള്ള ഒരു ബോട്ടിലിൻ്റെ ആ ഒരു സൈസൊക്കെ നോക്കിയപ്പോൾ ഈ ഗ്ലാസ് കൊണ്ട് കട്ട് ചെയ്താൽ എനിക്കതിൻ്റെ ആ സൈസ് കിട്ടുമെന്ന് മനസ്സിലായി. അങ്ങനെ ഗ്ലാസ് കൊണ്ട് തന്നെ കുറച്ച് റൗണ്ട് ഷേപ്പിൽ കേക്ക് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഈ ബോട്ടിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു 3/4 നമുക്ക് മുകളിൽ കാണണം. 1/4 അടിയിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ റൗണ്ടിനെയും കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റി അതിനെ ഗനാഷ് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് എടുക്കുകയാണ്. കുപ്പി ഇടയ്ക്ക് വെച്ച് നോക്കിയിട്ട് അതിൻ്റെതായ ആ ഷേപ്പ് കൊണ്ടുവരാനായിട്ട് ചെറിയ റൗണ്ടും വലിയ റൗണ്ടും ഒക്കെ എടുത്ത് കട്ട് ചെയ്ത് അതേ ഒരു ഷേപ്പിൽ ഒട്ടിച്ചൊട്ടിച്ച് നമ്മളൊന്ന് റെഡിയാക്കുകയാണ്. കുപ്പിയുടെ ഷേപ്പും സൈസും ലെങ്ത്തും എല്ലാം കൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് തോന്നിക്കഴിയുമ്പോൾ പിന്നെ അതിനെ നമ്മൾ നന്നായിട്ട് ഗനാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഗനാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം അതിനെ എടുത്തിട്ട് ഈ ഗനാഷ് ചെയ്ത കേക്കിനെ നന്നായിട്ട് സ്മൂത്ത് ചെയ്യുക. അപ്പോൾ അതിനിവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഹോട്ട് വാട്ടർ എടുത്തിട്ട് അതിലേക്ക് ഈ സ്പാത്തുലാസ് ഡിപ്പ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് അതിനെ എടുക്കുമ്പോൾ നല്ല ചൂടുള്ള സ്പാത്തുല വെച്ച് പതുക്കെ തൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ റിഡ്ജസ് എല്ലാം മാറി നല്ല സ്മൂത്ത് ഫിനിഷിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഗനാഷ് നമ്മൾ ഫോണ്ടൻ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ നല്ല സ്മൂത്ത് ആക്കി എടുക്കുന്നത്. ഇനി ഫോണ്ടൻ കവറിങ് ആണ്. അതുകൊണ്ട് ഫോണ്ടന് നന്നായിട്ട് റോൾ ചെയ്തതിന് ശേഷം ഒരു കുപ്പിയുടെ മെഷർമെൻ്റൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഒരു പീസ് കട്ട് ചെയ്ത് ആദ്യം ഈ ബോട്ടിലാണ് നമ്മൾ കവർ ചെയ്തെടുക്കുന്നത്. ഫോണ്ടൻ്റ് വെച്ച് കവർ ചെയ്യുമ്പോൾ തന്നെ ആദ്യം അതിൻ്റെ നെക്കിലും അതുപോലെ തന്നെ അതിൻ്റെ ക്യാപ്പിലും ഒക്കെ വേണ്ട ഒരു മാർക്കിങ്സ് ഒക്കെ കൊടുത്ത് റെഡിയാക്കി എടുക്കാം. കുപ്പിയുടെ ബ്ലാക്ക് കളർ ഞാൻ എയർ ബ്രഷ് ഉപയോഗിച്ചാണ് കൊടുത്തത്. അപ്പോൾ ഒരു ചെറിയൊരു ഗ്ലേസിംഗ് ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ നെക്ക് ഭാഗത്ത് വരുന്ന ഒരു ഗോൾഡൻ കളറിൽ വേണ്ടിയിട്ട് ഗോൾഡ് പെയിൻറ്റ് എടുത്ത് ചെയ്യുമായിരുന്നു. ഇനി അടുത്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഈ കേക്കിലെ ആ ഒരു സാറ്റിൻ ക്ലോത്തിൻ്റെ എഫക്റ്റ് കൊടുത്തത്. അപ്പോൾ അത് കുറേ പേരോട് ചോദിച്ചത് എഡിബിളാണോ, അത് ഒറിജിനൽ തുണി തന്നെ വെച്ചതാണെന്നൊക്കെ. കാരണം അത് ചെയ്യാനായിട്ട് ഞാൻ ചെയ്തത് ഒറ്റ പീസിൽ നമുക്കിത് ചെയ്യാൻ പാടായിരുന്നു. അതുകൊണ്ട് റെഡ് കളറിലുള്ള ഫോണ്ടൻ്റ് ചെറിയ പീസുകളായിട്ട് ഇതുപോലെ പരത്തി എടുത്തിട്ട് ഓരോരോ പീസായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ആ ഒരു തുണിയുടെ എഫക്റ്റ് വരുന്നത് പോലെ തന്നെ അലസമായിട്ട് മടക്കി വെച്ചു. അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഓരോ എൻഡുകളും നമ്മൾ ഹൈഡ് ചെയ്യണം ശരിക്കും. അല്ലാതെ എൻഡ് വിസിബിൾ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഫീല് വരത്തില്ല. അതുപോലെ സൂക്ഷിച്ച് അതിൻ്റെ ചുറ്റും അത് ചെയ്തു വെച്ചു. ക്ലോത്തിൻ്റെ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ആ എഡിബിൾ പ്രിൻറ്റും കട്ട് ചെയ്ത് നമ്മുടെ ബോട്ടിലേക്ക് ലേബൽ പോലെ ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്തു.
ഇപ്പോൾ ഈ കേക്കിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട ആ ഒരു ബോക്സ് അതിൻ്റെ 4 സൈഡും ഒരു വുഡൻ ഷീറ്റ് വെച്ച് നമുക്കൊന്ന് മറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം അതിൻ്റെ സൈസൊക്കെ അളന്ന് ഫോണ്ടൻ്റ് കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തി എടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വുഡൻ മാർക്കിങ്സ് കൈ കൊണ്ട് തന്നെ കൊടുത്തു. പിന്നെ അതിനുശേഷം ആ ഒരു വുഡൻ കളർ കിട്ടാനായിട്ട് ഇവിടെ ഞാൻ എയർ ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്തത്. ബ്ലാക്കും യെല്ലോയും ഒക്കെ ചേർത്ത് ഒരു മിക്സ് ചെയ്ത് ഒരു കളർ ഉണ്ടാക്കിയിട്ട് വെറുതെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്ത് ചില സ്ഥലത്ത് കുറച്ച് കളർ കൂടുതലും ചില സ്ഥലത്ത് കുറച്ച് കളർ കുറവും ഒക്കെ ആയിട്ട് ഒരൊറ്റ കളറിൽ നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഒരു ഷെയ്ഡഡ് എഫക്റ്റൊക്കെ വരുവാണെങ്കിൽ കുറച്ചൊരു വുഡൻ ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുപോലെ 4 സൈഡിലും അതുപോലത്തെ ഓരോ പീസസ് കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ കേക്ക് ഏകദേശം റെഡിയായി. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ലുക്കിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. പക്ഷേ എന്തോ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെയാണ് മനസ്സിലായത് ആ കേക്കിൻ്റെ ബോർഡ് ശരിക്കും അതൊരു ബ്ലാക്ക് ബോർഡാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രസമായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വേറെ സമയമൊന്നും ഇല്ലായിരുന്നു, ഫോണ്ടൻ്റൊന്നും വെച്ച് കവർ ചെയ്യാതെ പ്ലാസ്റ്റിക് ഷീറ്റുകളുണ്ടായിരുന്നു ബ്ലാക്ക്. അപ്പോൾ അത് വെച്ച് ശരിക്കും അതിൻ്റെ 4 സൈഡും ആ കേക്ക് ബോർഡൊന്ന് കവർ ചെയ്തു. ശരിക്കും ഇപ്പോഴല്ലേ അതിന് കൂടുതൽ ഭംഗിയായത്. ആ ബോക്സും അതുമെല്ലാം നന്നായിട്ട് എടുത്ത് കാണിക്കാനായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കായി വന്നപ്പോൾ കുറച്ചുകൂടെ നന്നായി. അപ്പോൾ അങ്ങനെ ഞാൻ നല്ല ഹാപ്പിയായി. വിചാരിച്ചതിനെക്കാട്ടിലും ഫിനിഷിങ്ങിൽ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് തോന്നി. പിന്നെ ഈ സാറ്റിൻ എഫക്റ്റൊക്കെ ഒന്ന് വരാൻ വേണ്ടി ഞാൻ കുറച്ച് ഗോൾഡ് സ്പ്രേ ഒക്കെ ഒന്ന് ചെയ്തിരുന്നു കേട്ടോ തുണിയിൽ. അപ്പോൾ ആ ഒരു ഷൈനിങ് ഒക്കെ കിട്ടാനായിട്ട്. ബർത്ത്ഡേ പ്രമാണിച്ച ഡിന്നർ ഞങ്ങൾ പുറത്താണ് പ്ലാൻ ചെയ്തിരുന്നത്. ഹസ്ബൻഡിന് സർപ്രൈസ് ആയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ അവിടെ എന്തായാലും ഫുഡ് കഴിക്കാൻ ചെല്ലുമ്പോൾ ഒരു വൈന് ഓർഡർ ചെയ്യും. അപ്പോൾ ഇവർ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഈ വൈൻ ബോട്ടിൽ കേക്കായിട്ട് തന്നെ ഇവരെ കൊണ്ടുവരിപ്പിക്കാം എന്നുള്ള നിലയിൽ ഞങ്ങൾ കേക്ക് പുള്ളിക്കാരനെ അറിയാതെ പാക്ക് ചെയ്ത് വണ്ടിയുടെ പുറകിൽ കയറ്റി അതുപോലെ തന്നെ ഹോട്ടലിൽ എത്തിയതോടെ തന്നെ ആ വെയിറ്റേഴ്സിൻ്റെ കയ്യിൽ ഞങ്ങളിത് കൊടുത്തു, സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അവർ ആ ഭാഷ ഞങ്ങളുടെ ഐഡിയ എല്ലാം പൊട്ടിച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്തു, ഈ കേക്കിൻ്റെ ബോട്ടിലിൻ്റെ മുകളിൽ തന്നെ ക്യാൻഡിലൊക്കെ കുത്തി വെച്ചിട്ടാണ് ഇവർ കൊണ്ടുവന്നത്. അപ്പോൾ വന്നപ്പോഴേ ഇദ്ദേഹത്തിന് ബോട്ടിലല്ല എന്തായാലും ഇത് കേക്ക് തന്നെയാണെന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഞാൻ അവിടെ വെച്ച് അവരെ കൊണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് എന്നാണ് ആദ്യം വിചാരിച്ചത്. നീ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുകയും ചെയ്തു. എന്തായാലും വളരെ സർപ്രൈസായിട്ട് ഇങ്ങനെ ഒരു കേക്കൊക്കെ കൊടുത്ത് ഞങ്ങൾ ബർത്ത്ഡേ നല്ല സന്തോഷമായിട്ട് ആഘോഷിച്ചു. ഇതാണ് ഈ വൈൻ കേക്കിൻ്റെ പുറകിലുള്ള കഥ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വൈൻ ബോട്ടിൽ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളതൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുകയാണെങ്കിൽ ഒത്തിരി സന്തോഷമായിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.